സംസ്ഥാന വികസനത്തിന് ഒരു പൊൻതൂവൽ കൂടി. പശ്ചിമതീര കനാൽ പദ്ധതിയുടെ ആദ്യഘട്ടമായി തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശൂർ ചേറ്റൂർ വരെയുള്ള ജലപാത മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി ചിലക്കൂർ ടണൽ തുറന്നു. മുഖ്യമന്ത്രി ടണലിലൂടെ ബോട്ട് യാത്ര നടത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 280 കിലോമീറ്ററാണ് ജലപാതയുടെ ആദ്യഘട്ടമെന്ന് പറയുന്നത്. യാത്രികൾക്കും ചരക്ക് നീക്കത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് 280 കിലോമീറ്റർ ജലപാത. സംസ്ഥാന സർക്കാരിന്റെ ഉൾനാടൻ ജലപാത വികസന പദ്ധതിയുടെ ഭാഗമായാണ് പാത. ചരിത്ര പ്രാധാന്യമുള്ള ചിലക്കൂർ ടണൽ തുറന്നു. മുഖ്യമന്ത്രി ടണലിലൂടെ ബോട്ട് യാത്ര നടത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നവകേരള നിർമ്മിതിക്ക് ശക്തി പകരുന്നതാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ 10 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ശൃംഖല നവകേരള നിർമ്മിതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതായിരിക്കും. വലിയ തോതിലുള്ള മാറ്റം ടൂറിസം രംഗത്ത് തന്നെ ഇതുണ്ടാക്കും. തൃക്കുന്നപ്പുഴ ലോക്കിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. അതുകൂടി പൂർത്തിയാകുന്നതോടെ ചരക്ക് നീക്കത്തിന് വലിയ മാറ്റമുണ്ടാകും. ഇതിൻ്റെ ഭാഗമായി തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ഈ ജലപാതയെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടെ ഒരു മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ശൃംഖല നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരും. ഇത്തരത്തിൽ പല നിലയിൽ വികസന സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. ചിലക്കൂർ ബീച്ച് പാർക്ക് പദ്ധതി വർക്കലയിൽ വലിയ ടൂറിസം സാധ്യതയ്ക്ക് വഴി തുറക്കുമെന്ന് വി ജോയി MLA പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സഞ്ചരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഇത് ചെയ്തു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കടമ്പയാണ് ഇന്ന് കടക്കുന്നത്. ഒരു 6-7-8 മാസം കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ചടങ്ങിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭകാനന്ദ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി തുടങ്ങി ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ, കനാൽ നവീകരണം, പുനരുദ്ധാരണം എന്നിവയ്ക്ക് കിഫ്ബി വഴി 2556 കോടി രൂപയാണ് അനുവദിച്ചത്. ചരക്കുനീക്കത്തിനും ജല ടൂറിസത്തിനും ആക്കുളം ചേറ്റുവ പാത ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.